ഈ യാത്രയിൽ തന്നെ സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി ഉന്നയിച്ച പല കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ കമ്മിറ്റഡ് ലയബിലിറ്റീസ് അടക്കമുള്ള കാര്യങ്ങൾ കോടിക്കണക്കിന് രൂപ കിട്ടാനുള്ളതാണ്. അന്ന് പറഞ്ഞിരുന്നത് ബ്രാൻഡിംഗ് അടക്കമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചില്ല, അതുകൊണ്ട് ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ശേഷം അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഇത് ക്ലെയിം ചെയ്യാമെന്ന് അന്ന് ആ ചർച്ചയിൽ തന്നെ ഇത് തടഞ്ഞു വെക്കുമ്പോൾ 1,600 കോടി രൂപ തടഞ്ഞു വെക്കുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷം ഇത് ക്ലെയിം ചെയ്യാമെന്ന ഒരു ഉറപ്പ് കൂടി സംസ്ഥാന സർക്കാരിന് കിട്ടുന്നുണ്ടായിരുന്നു. അത് കിട്ടിയില്ല, അത് ഇതുവരെയും കിട്ടിയിട്ടില്ല. വയനാട് അടക്കമുള്ള വിഷയങ്ങൾ അങ്ങ് നേരിട്ട് അതിൽ ഇടപെടുന്ന ആളുമാണല്ലോ. ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നിരിക്കുന്ന വിമർശനങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. നിരന്തരമായി ഈ പ്രശ്നം ഉന്നയിക്കുമ്പോഴാണ്, നിരന്തരമായി പ്രശ്നം ഉരുത്തിരിഞ്ഞു വരുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്രം കൈയഴിയുന്നത് കൊണ്ടാണ് എന്ന് പറയാൻ കഴിയുന്നത്. അത് തെറ്റാണ് മാഡം. ഇവിടെ 2-3 കാര്യങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഈ ഓണറേറിയം എന്ന വാക്കില്ല എന്നാണ് അനിൽകുമാർ ഇവിടെ സമർത്ഥിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഈ വാദങ്ങൾ, പച്ചക്കള്ളങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതിനൊന്ന് ഖണ്ഡിക്കുന്നു എന്ന് മാത്രമുള്ളൂ. രാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കുന്ന ആളുകൾക്ക് എന്താണ് കൊടുക്കുന്നത് എന്നൊന്ന് അദ്ദേഹം വിശദീകരിച്ചാൽ നല്ല. അത് ഒറ്റ സിമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇൻസെൻറ്റീവിൽ കുറവ് വന്നാൽ ഓണറേറിയം കുറയ്ക്കുമെന്ന് പറഞ്ഞത് ഈ ആരോഗ്യമന്ത്രിയാണ് എന്ന് ശ്രീമതി മിനി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഓണറേറിയത്തിന് യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമില്ല എന്നുള്ള വാദം അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇനി പ്രീവിയസ് ലയബിലിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് മന്ത്രി പോകുന്നതെങ്കിൽ കഴിഞ്ഞ 40 ദിവസമായിട്ട് ഇത് തന്നെയല്ലേ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രീവിയസ് ലയബിലിറ്റിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രിയോട് അടുത്ത് പോകുന്നതെങ്കിൽ മുഖ്യമന്ത്രി അവിടെ പോയിരുന്നല്ലോ. ആ കിതാബ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുസ്തകവും കടലാസും ഇല്ലാതെ KV തോമസ് പോയിരുന്നല്ലോ. തിരിച്ചു വന്നപ്പോൾ പുട്ടും കടലയെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് മന്ത്രി പോകുമ്പോൾ, വീണ ജോർജ് പോകുമ്പോഴും അവർ മനസ്സിലുദ്ദേശിക്കുന്ന ദൈവമേ ഒരു കാരണവശാലും കേന്ദ്രമന്ത്രിയെ കാണാൻ സാധിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ അവർ പോകുന്നത്. കാരണം പോയി ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാം മാഡം, നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഇടപെടണ്ട. ഇതൊക്കെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണെന്നേ. സ്വാഭാവികമായിട്ടും കേന്ദ്രമൊന്നും കൊടുക്കാനില്ല എന്ന് എത്രയോ തവണ ആവർത്തിച്ച് കേന്ദ്രത്തിന്റെ ആരോഗ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അത് വിശ്വസിക്കില്ല. പകരം ഈ വീണ ജോർജ് പറയുന്നത് മാത്രമേ കേരളത്തിൽ വിശ്വസിക്കുള്ളൂ, മാതൃഭൂമിയുടെ ആങ്കർ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? ഞങ്ങളുടെ രംഗത്ത് കയറിയാൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ ശരി, പക്ഷെ ജനം ഇത് കേൾക്കുന്നുണ്ട് എന്ന് പറയുന്ന അങ്ങയുടെ ആത്മവിശ്വാസം പക്കയാണ്. അതാണ് ഞങ്ങളുടെയും ആത്മവിശ്വാസം. എന്താണ് ഈ പ്രശ്നം? ഞാൻ നിങ്ങളോട് പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? മറ്റൊരു വാദം നിങ്ങളിവിടെ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് കഴിഞ്ഞ പ്രീവിയസ് ലയബിലിറ്റി കൊടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ ഇവിടെ പറഞ്ഞു. പ്രിയപ്പെട്ട മാധു, അത് പ്രീവിയസിലെ ലയബിലിറ്റി ഒരു കാരണവശാലും കിട്ടാൻ പോകുന്നില്ല. കാരണം അത് ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ ബ്രാൻഡിങ് ഇവിടെ നടത്താൻ പോകുന്നില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞത് ഈ മന്ത്രിയാണ്. അതുകൊണ്ട് 2023-24 കാലഘട്ടത്തിലെ ആ പ്രീവിയസ് ലയബിലിറ്റി അത് പോയത് കെടുകാര്യസ്ഥത കൊണ്ടാണ്, ഉത്തരവാദിത്വ ബോധമില്ലായത് കൊണ്ടാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതുകൊണ്ട് അത് ക്ലെയിം ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. അത് കള്ളമാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് അത് ഉന്നയിക്കുകയും അവർക്ക് മറുപടി പറയുകയും ചെയ്യാം. ഇതിന്റെ ഒരു ഗതികേട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതും അവർ പറയുന്നതും കള്ളമാണെന്ന് സമർത്ഥിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ജനങ്ങളോട് സത്യം പറയില്ല എന്ന നിലപാട് നിർബന്ധ ബുദ്ധിയോടെ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. കഴിഞ്ഞ മാസത്തെ റേഷൻ വിതരണം കഴിഞ്ഞ മാസത്തെ ഈ മാസം കിട്ടുമോ? കേരളത്തില് കിട്ടില്ലല്ലോ. അപ്പൊ കഴിഞ്ഞ മാസം ചെയ്യേണ്ട പണി കഴിഞ്ഞ മാസം ചെയ്യണം, കഴിഞ്ഞ കൊല്ലം ചെയ്യേണ്ട പണി കഴിഞ്ഞ കൊല്ലം ചെയ്യണം. അല്ലാതെ അടുത്ത കൊല്ലം ചെയ്തിട്ട് അതുകൂടി കൂട്ടി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ ഇത് എവിടുത്തെ വാദമാണ്? കേന്ദ്ര സർക്കാർ ബ്രാൻഡിംഗ് മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ 1,600 കോടി രൂപ തടഞ്ഞു വെക്കുകയും ആ ബ്രാൻഡിംഗ് മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കുകയാണെങ്കിൽ ക്ലെയിം ചെയ്യാം എന്ന് അന്ന് ഉറപ്പ് നൽകി എന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത് നൽകണം എന്നുമാണ് സംസ്ഥാനം പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ടു റിലീസ് ദ കമ്മിറ്റഡ് ലയബിലിറ്റീസ് ഫോർ ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ എന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ.
അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും കേന്ദ്രമന്ത്രിയെ കാണരുതേ എന്ന് വിചാരിച്ചിട്ടാണ് ആ കത്ത് എഴുതിയതെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഈ പറയുന്നത് കള്ളമാണ് എങ്കിൽ അത് വ്യക്തമാക്കട്ടെ. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക രേഖയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം കള്ളമാണ് എങ്കിൽ അത് നമുക്ക് ചോദിക്കുകയും പറയുകയും ചെയ്യാം. പക്ഷെ കള്ളമാണ് എന്ന നിലപാടിൽ അന്ന് ഉറച്ചു നിൽക്കണം കേട്ടോ.